ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോട്ടയം ഫിഷ് കറിയാ. ഇത് നമ്മൾ എല്ലാവരും ചെയ്തതാ, അറിയാവുന്ന ഒരു കാര്യവും കൂടിയാ. കോട്ടയത്ത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരിക്കുന്ന ഈ ഒരു കറി തന്നെയാ. അത് മാത്രമല്ല, അഭിതേച്ചി എന്നോട് ആവശ്യപ്പെട്ടതും കൂടിയാ ഈ ഒരു കറി താൻ ചെയ്യൂ എന്നുള്ളത്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും അറിയാം, പക്ഷെ എന്നാലും ഞാൻ പറയേണ്ട ഒരു കടമ എനിക്കുണ്ട്. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചി ചതച്ചതാണ് ഇത്. ഇനിയിപ്പോൾ അരിഞ്ഞിടുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഈ ചതച്ച എടുത്തിരിക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ വരും. അതേപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ ആണെങ്കിൽ ഇത് കുറച്ച് കടുക, പിന്നെ കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി എടുത്ത്, ഇത് കുറച്ച് കായം, ഇത് ഇച്ചിരി ഉലുവ, കുറച്ച് ഉപ്പ്, മഞ്ഞപ്പൊടി. ഇതെന്നാന്നോ കുറച്ച് പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുവാണ്. ഇത് ഏകദേശം 1 കിലോ നെമ്മീനോളം ഉണ്ട്. ഇനിയിപ്പോൾ നെമ്മീൻ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഏത് കഷ്ണമുള്ള മീനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അയലയോ മത്തിയോ ഇതൊക്കെ വെക്കാം. പക്ഷെ മത്തി വെക്കുമ്പോഴത്തേന് നമ്മൾ ഒരു പ്രാവശ്യം വെച്ചില്ലേ മത്തി മുളകിട്ടെന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് ഇച്ചിരി മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ചിലർ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്, പക്ഷെ ശരിക്കും വെക്കുന്നതിനകത്ത് അത് ചേർക്കാറില്ല. ചിലർ പച്ചമുളക് ചേർക്കാറുണ്ട്. രുചിക്കേടൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ശരിക്കും കോട്ടയം ഫിഷ് കറി വെക്കുവാന്നേൽ ഈ രീതിക്കാണ് വെക്കുന്നത്. പിന്നെ കറിവേപ്പിലേക്ക് എണ്ണ ഞാൻ പറയുകയില്ല, അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് വെക്കണം. ആദ്യം നമുക്ക് എന്നാ ചെയ്യണമെന്നറിയോ, അരപ്പുണ്ടാക്കി വെച്ച് നമുക്ക് ചട്ടിയുടെ കളിയുള്ളൂ. അപ്പൊ ഇതൊന്ന് മാറ്റാം. ഫസ്റ്റ് അരപ്പുണ്ടാക്കാൻ ഇതിന് കംപ്ലീറ്റ് വെളിച്ചെണ്ണയാണ് വേണ്ടിയേ. വെളിച്ചെണ്ണ ഒരു ഇച്ചിരി കൂടുതൽ ഇരുന്നോട്ടെ. എൻ്റെ അപ്പായുടെ അമ്മ, അതായത് അമ്മച്ചി എപ്പോഴും പറയും, നമ്മൾ കറി എപ്പോഴും വെക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇച്ചിരി എണ്ണ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കറിക്ക് മീതെ എണ്ണ നിൽക്കും. അപ്പോൾ പണ്ടൊന്നും ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് അമ്മച്ചി പറയും ആ എണ്ണ നിൽക്കുമ്പോഴത്തേക്ക് കറി ചീത്തയായി പോകത്തില്ല എന്നാ പറയുന്നതെന്നല്ല, അത് പറയുന്നത് ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതിനകത്ത് ചെറിയ ഉള്ളി ഇടുന്നവരുണ്ട്, ഇടണമെങ്കിൽ ഇടാം. പക്ഷെ ഞാൻ ഇവിടെ ഇന്ന് ഇടുന്നില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ ഞാൻ 2 പേർപ്പസാണ് പറഞ്ഞത്. ഒന്ന്, നമുക്കിങ്ങനെ ഇതിനെ സ്റ്റോക്ക് ചെയ്യണ്ടേ, അപ്പോൾ അതൊന്ന് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വളിച്ചു പോകുമെന്ന് പറയും. എന്നാൽ വെളുത്തുള്ളി അങ്ങനെ അല്ലേന്ന് ചോദിച്ചാൽ അങ്ങനെ സയൻസ് ആയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ പറഞ്ഞു കേട്ടത് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. അത് ചെയ്താൽ, ഇങ്ങനെ ചെയ്താൽ ഒരു കുഴപ്പവും വരില്ല. പക്ഷെ ചെറിയ ഉള്ളി ഇട്ട് നമ്മൾ അപ്പം എടുക്കുന്ന കറിയാന്നേ കുഴപ്പമില്ല, പക്ഷെ വെക്കാനാന്നേൽ ചെറിയ ഉള്ളി അധികം ചേർക്കരുതെന്ന് പറയും. അപ്പം അത് ഞാൻ അനുസരിക്കുന്നു. അപ്പം ഫസ്റ്റ് എണ്ണ ചൂടായി, ഞാൻ അതിനകത്തോട്ട് ഒരു 1/4 to 1/2 അത്രയും ഉലുവ ഇടുക. ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞേച്ച് അടുത്തത് കടുകാണേ. കടുകും ഉലുവയും പൊട്ടി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇഞ്ചിയായിടുന്നേ. ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കറിവേപ്പില. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനിയാണ് അതിന്റെ മെയിൻ. ഇത് എന്നാന്നോ, നമുക്ക് ഈ ഉള്ളിയും ഇഞ്ചിയും എല്ലാം നല്ല അസലായിട്ടൊന്ന് മൂക്കണം. അപ്പൊ ഇത് മൂക്കുന്ന സമയം കൊണ്ടേ നമുക്കൊരു കുറച്ച് പൊടി നമുക്കൊന്ന് കുഴച്ച് വെക്കാം. ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാ, അതുകൊണ്ട് ഒരു ഇച്ചിരി കൂടുതൽ ഇടാം. 1 കിലോ മീനില്ലേ, എന്നിട്ട് ഇതിനെ ഉണ്ടല്ലോ ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ച് വെക്കണം. ഓക്കെ, ഈ സമയം കൊണ്ട് നമുക്ക് ഇച്ചിരിയും കൂടി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലതായിട്ട് മൂത്തേച്ച് മാത്രം ഇട്ടാൽ മതി. മുളക് പൊടി ഇതിങ്ങനെ കുഴച്ചു വെക്കുന്നതുകൊണ്ടല്ലോ ഗുണം എന്നാന്നറിയോ, ഞാൻ ആദ്യം ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ അല്ലായിരുന്നു. ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ഇടുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പറയുന്ന വെച്ചാൽ അതിന്റെ മൂപ്പ് പെട്ടെന്ന് നിങ്ങൾക്ക് കരിഞ്ഞു പോകുകയല്ല എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് മാറ്റിപ്പിടിച്ചു. ഇത് എന്നെ കൊണ്ട് ശരിക്കും പറഞ്ഞ ഇപ്രാവശ്യം അവിടെ ചെന്നപ്പോൾ ചെയ്യിപ്പിച്ചതാ. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണോ അവിടെ ആന്റിയുടെ മുമ്പ് വെച്ച് ചെയ്ത അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോടും പറഞ്ഞു തരുന്നത്. ഇതിന്റെ മൂപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ഈ വെള്ള നിറം ഒന്ന് മാറി ബ്രൗൺ ആവും. ഇഞ്ചി ചതച്ചുകൊണ്ട് പെട്ടെന്ന് മൊരിയുന്നുണ്ട്.
വെളുത്തുള്ളി ഒരു ഇച്ചിരിയും കൂടി ഒന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ മുളക് പൊടി ചേർക്കാവേ. വെളുത്തുള്ളിയൊക്കെ മൊരിഞ്ഞു വരുന്നുണ്ട്. ഏറ്റവും നല്ലത് എന്നാന്നറിയോ, നമുക്ക് എടുക്കാനും ഉപയോഗിക്കാനും ഒക്കെ എളുപ്പം ചൈനീസ് വെളുത്തുള്ളി എന്ന് പറയുന്നത് മുഴുത്ത വെളുത്തുള്ളിയാ. പക്ഷെ രുചി ഇതിനാ നല്ലതെന്ന് പറയും ചെറുതിന്. പക്ഷെ അത് മെനക്കെടാനുള്ള ഒരു പാടുകൊണ്ട് നമ്മളെല്ലാവരും ഇപ്പോൾ, ഞാൻ സത്യം പറഞ്ഞാൽ പോയാൽ വലുതേ നോക്കി എടുക്കുന്നുള്ളൂ. മെനക്കെടാൻ മേലാത്തോണ്ടാട്ടോ ഉള്ള സത്യം പറയാം. വേണ്ടേ, ഇഞ്ചിയൊക്കെ നല്ല മൂത്തു. ഇനി എന്നാ ചെയ്യുന്നത്, നമ്മൾ ഈ മുളക് പൊടി ചേർക്കുക. ഈ ചേർത്ത മുളക് പൊടിയുടെ പച്ചച്ചൊവ നല്ലവണ്ണം പോണം. ഇതിനകത്തെ മുളക് പൊടി ഒട്ടും കളയണ്ട. ഒരു ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചേച്ച് ഈ കറി എന്ന് പറയുന്നുണ്ടല്ലോ, കുറച്ച് ഉപ്പും പുളിയും എരിവും ഒക്കെ ഉള്ള ഒരു മീൻകറിയാണ്. ഈ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് നമ്മൾ ഒഴിച്ച എണ്ണയുണ്ടല്ലോ അതൊന്ന് തെളിഞ്ഞു വരണം. അപ്പത്തേക്കും അതിന്റെ ആ പച്ച കുത്തലൊക്കെ ഒന്ന് മാറും. നമുക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നുണ്ടല്ലോ ഈ ഒരു സമയത്താണ്. അതാ പൊടിയൊന്ന് മൂത്ത് നമ്മൾ വെള്ളത്തിൽ കലക്കിയും കൂടെ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് മൂത്ത് വരുവല്ല, അതിന് സമയം എടുത്തേ വരത്തുള്ളൂ. അതിന് മാത്രമേ ഉള്ളൂ ഇച്ചിരി സമയം എടുക്കുന്നത്. പിന്നെ വഴറ്റാനൊക്കെ വേഗം വേഗം ആകും. വേണ്ടേ, എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ, നമ്മുടെ പുളിയുടെ വെള്ളമില്ലേ അത് ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കാൻ പോവാ. പുളി മസ്റ്റായിട്ട് ഇടണം എന്ന് മസ്റ്റല്ല. പക്ഷെ ഇതെന്നാ അറിയോ, പുളി ചൂടുവെള്ളത്തിൽ, നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചതാ. അപ്പൊ ഞാൻ ഇതിന്റെ വെള്ളം മാത്രമേ ഇപ്പൊ ഒഴിക്കുന്നുള്ളൂ. ഈ സമയത്ത് ഞാൻ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇടുക. ഉപ്പിടുമ്പോൾ എപ്പോഴും പേടിയാ, പിന്നെ നോക്കിയേച്ചിടാം. കാരണം മീനെയും കൂടെ പിടിച്ചു കഴിഞ്ഞിട്ട് നോക്കാം, അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അയ്യോ എന്ന് കിടന്നുള്ള വിളിക്കും. ഇനി ഇതൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ആ ചട്ടി വെച്ച് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഈ ഒരു ചട്ടി എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങ് പെരട്ടണം. നല്ലോണം ഒന്ന് വെളിച്ചെണ്ണ പെരട്ടി വെച്ച് ഇതിനകത്തോട്ട് 2-3 കറിവേപ്പില ഒന്നെങ്കിൽ ഇലയായിട്ടിടാം, അല്ലെങ്കിൽ തണ്ടോടുകൂടി ഇടാം. തണ്ടോടുകൂടി ഇടാനേ ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് പറയത്തുള്ളൂ. കാര്യം എന്താണെന്നറിയോ, ഇങ്ങനെ ഇടുമ്പം കണ്ടിട്ടില്ലേ, നമ്മൾ മീൻ വറുക്കുമ്പോഴും ഇങ്ങനെ ഇടുമ്പോൾ ആ ചട്ടിയെ പിടിക്കുകയല്ല, അടി പിടിക്കത്തില്ല. അപ്പത്തേക്ക് മീനിൻ്റെ ചാറും തിളച്ചു. ഇതേണ്ട എണ്ണയെല്ലാം നല്ലോണം തെളിഞ്ഞ് നല്ല നിറവായതിന്. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇനി ഇത് രണ്ടുപേരെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റണം. ഇത് തീ കുറച്ച് വെച്ച് ഞാൻ എൻ്റെ ചട്ടി എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക. ഇതിൽ നിന്ന് ആദ്യം ഒരു തവി ഞാൻ ചട്ടിയിൽ ഒഴിച്ചു. എന്നിട്ട് മീന് ഒന്നിനൊന്ന് തൊടാതെ അങ്ങ് പെറുക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്ത കറിവേപ്പില തണ്ടോട് കൂടിയോ അല്ലാതെയോ. ഇനിയിപ്പൊ ഞാനൊരു ഇച്ചിരി അല്ലാതെ ഇടാൻ പോവാണ്. അതിന്റെ മേളിലോട്ട് അടുത്ത ചാറ്. നോക്കുമ്പോൾ മൊത്തം കറിവേപ്പില അല്ലേ. എനിക്ക് ഇതങ്ങ് ഇടാൻ ഇഷ്ടമാണേ, അതുകൊണ്ടാ. ഇനി ബാക്കി ഫുൾ ഇതും ഞാൻ ഈ മീനിനകത്തോട്ട് ഒഴിക്കുക. ഇതിന്റെ അരപ്പ് ഒന്നും ഒട്ടും കളയരുതേ, നല്ല ടേസ്റ്റാണ് ഇതിന്റെ അരപ്പ്. ഞാൻ ഇതിനകത്തോട്ട് ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് ഹൈ ഫ്ലെയിമിൽ ഇരുന്ന് ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം ഉപ്പ്, എരിവ്, പുളി ഇപ്പം കണക്കാണ്. എന്നാലും മീനെ പിടിച്ച് കഴിയുമ്പോൾ ഒരു ഇച്ചിരി കുറയുവാന്ന് വിചാരിച്ചു. അന്നേരത്തേക്ക് നമ്മൾ ഒരു ഇച്ചിരി എന്താ പറയുക, ഒരു കഷ്ണം പുളിയും കൂടെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ, അതിടുക. ഇനി ഇത് തിളയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു
നുള്ള് കായപ്പൊടി ഇതിൻ്റെ മേളിലോട്ട് ഒന്നിടുക. ഒരു നുള്ളെന്ന് പറഞ്ഞിട്ട് 2-3 നുള്ളിടുക എന്ന് പറയുക, പക്ഷെ അങ്ങനെയല്ല, ഒരു നല്ലൊരു വലിയ പിഞ്ച്, അതാണ് അതിൻ്റെ ഒരു കണക്ക്. അന്നേച്ച് ഇത് കുറച്ച് നേരം അടച്ചു വെച്ച് നല്ലൊരു മീൻകറി ആവണം. അതായത് ഇതിന്ന് തന്നെ മീനിന്ന് തന്നെ വെള്ളം ഊറി വേണം ഈ മീന് വേവാനായിട്ട്. ഇപ്പം ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പൂൺ ഇട്ട് ഇളക്കോ അങ്ങനെയൊന്നും ചെയ്യരുത്. അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കഴിയുമ്പോൾ തിളയ്ക്കുമ്പോൾ വെള്ളം ഊറും. എന്നുവെച്ചാൽ ചട്ടി ചുറ്റിച്ചെടുത്താൽ മതി. Ali's Kitchen. Let's cook with love.